നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിലെ പ്രതിക്ക് 78 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും. എസ്.എൻ. പുരം ചെന്തങ്ങ് ബസാർ സ്വദേശി പൈനാട്ടപ്പടി വീട്ടിൽ 64 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് പോസ്കോ നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവകളിലെ വിവിധ വകുപ്പുകളിൽ വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ആർ മിനി 78 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചത്. 2023 ജൂൺ ജൂലൈ മാസങ്ങളിൽ പല തവണകളിലായി അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രോസിക്യൂഷൻ കേസ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടറായിരുന്ന ഷാജൻ MS, ഗ്രേഡ് SI സുധാകരൻ KR എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. SHO അനീഷ് കരീമാണ് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A. സീനത്ത് ഹാജരായി. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഓഫീസിലെ പൂട്ടും ഓഫീസിനുള്ളിലെ അലമാരയുടെ പൂട്ടും തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVRും കവർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത്. ഏകദേശം 2 പവനോളം സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ സ്വദേശികളും സഹോദരങ്ങളുമായ നെല്ലിശ്ശേരി വീട്ടിൽ 26 വയസ്സുള്ള റിറ്റ് ജോബ്, 27 വയസ്സുള്ള ജിറ്റ് ജോബ്, പുല്ലൂർ ചേർപ്പുംകുന്ന് സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള രാഹുൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KG ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി 10 മണിക്ക് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉച്ചത്തിൽ ബഹളം വെച്ച് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാഷ്വാലിറ്റി ഡോക്ടറുടെയും ജീവനക്കാരുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും കണ്ട് തടയാൻ ചെന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുമാണ് അറസ്റ്റ്. അടിപിടിയിൽ പരിക്കേറ്റതായി പറഞ്ഞ് ആശുപത്രിയിൽ എത്തിയ ജിറ്റ് ജോബിനെയും രാഹുലിനെയും പരിശോധിച്ച ഡോക്ടർ തലയ്ക്ക് മുറിവേറ്റിട്ടുള്ളതിനാൽ CT സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനാൽ ആശുപത്രിയിൽ CT സ്കാൻ വരാത്തത് ചോദ്യം ചെയ്തതിനാണ് പ്രതികൾ ബഹളം വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചത്. റെഡ് ജോബിനെ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത്. ജോബിനെയും രാഹുലിനെയും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മതിയായ ചികിത്സ നൽകിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആഗസ്റ്റ് 24 രാത്രി 9:30 ചെറാക്കുളം ബാറിന് മുൻവശത്ത് വെച്ച് 14ഓളം പേർ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന രാഹുലിന്റെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CPIM മുരിയാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ കാൽനടയാത്ര ആനന്ദപുരം എടയാട്ടുമുറിയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് ജാഥ ക്യാപ്റ്റൻ ജോസ് J. ചിറ്റ്ലപ്പിള്ളിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം TG ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ ലതാ ചന്ദ്രൻ, മാനേജർ KG മോഹനൻ മാസ്റ്റർ, മുരിയാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, അഡ്വക്കേറ്റ് KA മോഹനൻ, KU വിജയൻ, S. സുനിൽകുമാർ, KM ദിവാകരൻ, MM ജോൺസൺ, സന്തോഷ് PP, മണി സജിയൻ, ഷീന രാജൻ എന്നിവർ പ്രസംഗിച്ചു. വികസന മുന്നേറ്റ യാത്ര ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ബുധനാഴ്ച വൈകിട്ട് 6-ന് പുല്ലൂരിൽ സമാപിക്കും. ഇന്ന് നിങ്ങളുടെ മുൻവശം, നിങ്ങളുടെ കൈകളിലെല്ലാം തന്നെ മുരിയാടിൻ്റെ മുഖശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വികസന രേഖ ഇതിനകം തന്നെ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഭിമാനപൂർവ്വമാണ്
പഞ്ചായത്ത് ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്. അതിലൊരു സംശയമില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന രേഖ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതിനകം തന്നെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ വികസന രേഖയിലൂടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രസംഗത്തിലൂടെ കടന്നു പോകാനായിട്ട് കഴിയില്ല. ആ വികസന രേഖയിലൂടെയും പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങളെ സംബന്ധിച്ചൊന്ന് പരിശോധിക്കുമ്പോൾ സമഗ്രമായിട്ടുള്ളൊരു വികസനമാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള നാളെ മുരിയാട് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം ഇവിടെ നടന്നത്. അതുമാത്രമല്ല, ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വികസന പ്രവർത്തനങ്ങളാണ് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വാക്കത്തോൺ 2025 കൂട്ടനടത്തം സംഘടിപ്പിക്കുന്നു. രാസലഹരിക്കെതിരെ സാമൂഹിക ബോധം വളർത്തുകയെന്ന ലക്ഷ്യവുമായി ആഗസ്റ്റ് 28 വ്യാഴാഴ്ച രാവിലെ 7 സംഘടിപ്പിക്കുന്ന വാക്കത്തോണിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജോയ് PR, തോമസ് ഫ്രാങ്ക്ലിൻ, ഏഷ്യൻ ഗെയിംസ് വിന്നർ അബ്ദുള്ള PH, പൂർവ്വ വിദ്യാർത്ഥിയും ചലച്ചിത്ര താരവുമായ ക്ലെയർ ജോൺ എന്നിവർ പങ്കെടുക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലാബുകളുടെ നവീകരണം, സോളാർ പ്ലാന്റ്, ക്ലാസ് മുറികളിൽ ടൈൽ വിരിക്കൽ, ഓഫീസ് നവീകരണം, ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം, പ്രവേശന കവാട നിർമ്മാണം തുടങ്ങി 1 കോടി രൂപയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക്, കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊഗലത്ത്, PTA പ്രസിഡന്റ് ഷാജു ജോസ്, പ്രോഗ്രാം കൺവീനർ ടെൽസൺ കോട്ടോളി, ഫിനാൻസ് കൺവീനർ ലിൻസൺ ഊക്കൻ, ജോബി അക്കരക്കാരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 2000-ലാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിക്കുന്നത്. അതിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നുവെന്നുള്ള സന്തോഷ വാർത്ത. എന്ന് വെച്ചാൽ സ്കൂളിന്റെ രജത ജൂബിലി വർഷമാണ് ഇത്. രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച ആണെങ്കിൽ ലഹരിക്കെതിരെ നമ്മുടെ എല്ലാ സഹോദരന്മാരെയും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും മറ്റ് കോളേജുകളിൽ പഠിക്കുന്ന യുവതീ-യുവാക്കന്മാരെയും അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള പൗരന്മാരെയും വ്യക്തമായി അവർക്ക് ലഹരിയുടെ ഉപയോഗം വളരെ അപകട നിലയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നും അതിൽ നമ്മളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുകൊണ്ട് ഒരു വാക്കത്തോൺ പരിപാടി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച 1000-ൽ-അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത് നടത്താൻ ആഗ്രഹിക്കുക. ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധിയായിട്ടുള്ള പരിപാടികൾ വേറെയും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്കൂൾ മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വലിയ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം. അത് സമൂഹത്തെ മുഴുവനും വിദ്യയിലേക്ക്, ജ്ഞാനത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സഭയുടെ കടമയാണ്. ഇരിങ്ങാലക്കുട ICL ഫിൻകോർപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഒന്നിച്ചോണം പൊന്നോണം സെപ്റ്റംബർ 2 നടക്കുമെന്ന് ICL ഫിൻകോർപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 2 വൈകിട്ട് 4 കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ഫ്ലാഷ് മോബ്, തിരുവാതിരക്കളി, ഫാൻസി ഡ്രസ് ഗ്രൂപ്പ് മത്സരങ്ങൾ അണിനിരക്കും. സ്കൂൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കാവുന്നതാണ്. മത്സരങ്ങൾക്ക് ആകർഷകങ്ങളായ പ്രത്യേകം ക്യാഷ് പ്രൈസുകളും എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. ICL ഫിൻകോർപ്പ് CEO ഉമ അനിൽകുമാർ, പബ്ലിസിറ്റി കൺവീനർ U പ്രദീപ് മേനോൻ, ICL ഫിൻകോർപ്പ്
എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ അജിത്, ഡയറക്ടർ EK ഹരികുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുട ICL എന്ന് പറയുന്ന സ്ഥാപനം ഈ ഇരിങ്ങാലക്കുടക്കാരുടെ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് വളർന്നു വലുതായത് എന്ന് ഞങ്ങൾക്കെന്നും ഞങ്ങൾ ഓർമ്മിക്കാറുണ്ട്. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക്. ചൊവ്വാഴ്ച അത്തം പിറക്കുന്നതോടെ ഓണാഘോഷത്തിന് തുടക്കമാകും. അത്തപ്പൂക്കളം ഒരുക്കത്തിലാണ് മലയാളി. തുമ്പയും മുക്കുറ്റിയും നിറഞ്ഞു നിന്ന പൂക്കളങ്ങൾ ഇന്ന് ഓർമ്മ മാത്രം. പകരം ചെട്ടുമല്ലിയും ജമന്തിയും അരളിയും വാടാർമല്ലിയും ഇടം പിടിച്ചു. ഇവയാകട്ടെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മുടെ പൂക്കളങ്ങളെ ഒരുക്കുവാൻ എത്തുന്നത്. നഗരത്തിൽ നിരവധി താൽക്കാലിക പൂക്കച്ചവടക്കാർ നേരത്തെ തന്നെ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കിലോയ്ക്ക് ചെട്ടുമല്ലിക്ക് 150 രൂപയും ജമന്തിക്ക് 400 രൂപയും അരളിക്ക് 400 രൂപയുമാണ് ഇക്കുറി വില. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.